കൗൺസിലിംഗ് വന്ന ഒരു യുവതി എന്നോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കാരണം എൻ്റെ അപ്പനെ പോലെയുള്ള ഒരു വ്യക്തിയാണ് ഭർത്താവായി കിട്ടുന്നുവെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മാതാപിതാക്കളെ മക്കളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. നിങ്ങളുടെ മക്കളിൽ എപ്പോഴെങ്കിലും കോപം ഉണ്ടായിട്ടുണ്ടോ? കോപം ഉളവാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മക്കളിൽ പല പ്രാവശ്യം കോപം ഉണ്ടായിട്ടുണ്ടാവും. പ്രധാനമായിട്ട് അവർ പഠിക്കാതിരുന്നപ്പോൾ, അവൾ വികൃതി കാണിച്ചപ്പോൾ, അവർ അമിതമായി മൊബൈൽ യൂസ് ചെയ്തപ്പോൾ അത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കമായിരുന്നപ്പോൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഒരു അടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് അവരിൽ കോപം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കോപം അവർ ഒന്ന് ശാന്തമായി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയിട്ട്, മാതാപിതാക്കൾ മക്കളുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, നീ പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മൊബൈൽ അമിതമായി യൂസ് ചെയ്തപ്പോൾ തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ നീ തിരിച്ചു തരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വികൃതി കാണിച്ചത് കൊണ്ടാണ് ഞാൻ നിനക്ക് ഒരു അടി തന്നത്, അല്ലെങ്കിൽ നിന്നെ വഴക്ക് പറഞ്ഞത്. അത് തെറ്റാണ്, നീ തെറ്റ് കാണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ മക്കളെ സ്നേഹത്തോടു കൂടി അവിടെ തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ദേഷ്യത്തിന് അവരെ അടിക്കുവാനുള്ള കാരണം, അല്ലെങ്കിൽ അവരെ വഴക്ക് പറയാനുള്ള കാരണം പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാവും. അങ്ങനെ അവിടെ ആ കോപം അവിടെ ഇല്ലാതാവും. പക്ഷേ വേറെ ഒരു തരത്തിൽ മാതാപിതാക്കൾ മക്കളിൽ കോപം ഉളവാക്കാറുണ്ട്. അതായത് മക്കൾ തെറ്റ് ചെയ്തിട്ട് അവരെ വഴക്ക് പിടിക്കുന്നതോ അല്ലെങ്കിൽ അവർക്കൊരു അടി കൊടുക്കുന്നതോ, അവിടെ തെറ്റുമൂലം അവരിൽ കോപം ഉളവാക്കുന്നതും, മാതാപിതാക്കളുടെ തെറ്റായ ജീവിത ശൈലി വഴി മാതാപിതാക്കൾ മക്കളിൽ കോപം ഉളവാക്കുന്നതും രണ്ടാണ്. ചില മാതാപിതാക്കളെ ഓർക്കുമ്പോൾ മക്കൾക്ക് ദേഷ്യമാണ്, വാശിയാണ്. ഉദാഹരണമായിട്ട് മദ്യപിച്ച് ചീത്ത കൂട്ടിക്കെട്ടലിൽ ഏർപ്പെട്ട് ഭാര്യയും മക്കളെയും നോക്കാതെ ഉത്തരബോധത്വമില്ലാതെ ജീവിക്കുന്ന പിതാവിനെ ഏത് മകൾക്കാണ് അല്ലെങ്കിൽ ഏത് മകനാണ് ഇഷ്ടപ്പെടുന്നത്? അവരെ മാതാപിതാക്കളെ ഓർക്കുമ്പോൾ അവർക്ക് കോപമാണ്. അങ്ങനെയുള്ള മാതാപിതാക്കൾ അവരുടെ ജീവിതശൈലി വഴി മക്കളിൽ കോപം ഉളവാക്കുകയാണ്. ഇങ്ങനെയുള്ള കോപം വളരെ ഡേഞ്ചറാണ്. ഇത് ഭാവിയിൽ മക്കളുടെ സ്വഭാവ ദൂഷ്യത്തിന് കാരണമായി തീരും. ഈ ഇടയ്ക്ക് ഒരു യുവതി കൗൺസിലിങ്ങിന് വന്നു. കൗൺസിലിങ്ങിൻ്റെ 3 സെക്ഷൻ കഴിഞ്ഞു. 4-ാമത്തെ സെക്ഷൻ ആ യുവതിയുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ യുവതിയോട് വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ യുവതി എന്നോട് പറഞ്ഞത്, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, കാരണം എൻ്റെ അപ്പനെ പോലെയുള്ള ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടുന്നുവെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ വ്യക്തിയോട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. ആ പെൺകുട്ടിയുടെ അപ്പൻ ഒരു മദ്യപാനിയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിച്ച് വീട്ടിൽ വരും. തെറിയുടെ പൂരം. കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു തൻ്റെ അപ്പനെ പോലെയുള്ള ഒരാളെയാണ് തൻ്റെ ഭർത്താവായി കിട്ടുന്നുവെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല. അതുകൊണ്ട് അവൾ വിവാഹം കഴിക്കുന്നില്ല. എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ മിക്ക കുട്ടികളുടെയും സ്വഭാവ ദൂഷ്യത്തിന് കാരണം മാതാപിതാക്കളുടെ തെറ്റായ ജീവിത ശൈലിയാണ്. മാതാപിതാക്കളുടെ തെറ്റായ ജീവിത ശൈലിയാണ് മക്കളിൽ കോപം ഉളവാക്കുന്നത്.